نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹനിധരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇന്ന് ഹജ്ജിന് വേണ്ടി പോയ ആളുകളെല്ലാം സ്വന്തം വീടകങ്ങളിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ്. വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കൂടാതെ തിരിച്ച് നാട്ടിലെത്തിയതും ആരാധനാ കർമ്മങ്ങൾ ചെയ്തതിലും അള്ളാഹു എല്ലാവരുടെയും കർമ്മങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ഖലീഫയുടെ ഹജ്ജും ആ ഹജ്ജിന് ശേഷം വരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥനയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് വളരെ സുന്ദരമായ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചു. ഇസ്ലാം ഒരുപാട് നാടുകളിലേക്ക് വ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ മിനയുടെ ഭാഗത്തേക്കെത്തി. മക്കയിലെ ഒരു പ്രദേശമാണ് മിന. ആ മിനയുടെ ഭാഗത്തേക്കെത്തിയപ്പോൾ ഹദീസിൽ കാണുവാൻ സാധിക്കും, അദ്ദേഹം അവിടെ ഇറങ്ങി. പരന്നു കിടക്കുന്ന മിനയുടെ ഭാഗത്ത് ആ മണ്ണ് അദ്ദേഹം ഒന്നിങ്ങനെ ഒരു തല വെക്കാനുള്ള ഒരു ഭാഗമാക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ അദ്ദേഹം കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു ഉടയാടകളൊക്കെ മാറ്റി.
ആകാശത്തേക്ക് കണ്ണ് നട്ടുകൊണ്ട് തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: അല്ലാഹുമ്മ കബിറത് സിന്നി വളഅഫത് ഖുവതി വൻതശറത് റഇയതി ഫഖ്ബിദ്നി ഇലൈക ഗൈറ മുദയ്യിൻ വലാ മുഫജ്ജിതിൻ. ഈ ഒരു പ്രാർത്ഥനയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയത്. ആ പ്രാർത്ഥന എന്തായിരുന്നുവെന്നോ, ഉമർ റളിയല്ലാഹു അൻഹു റബ്ബിനോട് തേടുകയാണ്: അല്ലാഹുമ്മ കബിറത് സിന്നി, അല്ലാഹുവേ എന്റെ പ്രായം ഇതാ അധികരിച്ചു കൊണ്ടിരിക്കണം, എനിക്കൊരുപാട് പ്രായമായിട്ടുണ്ട്, ഞാൻ ഒരുപാട് ആയുസ് വർദ്ധിച്ചു കഴിഞ്ഞു. വളഅഫത് ഖുവതി, പഴയ പോലുള്ള ഉന്മേഷങ്ങളോ ശക്തിയോ ഒന്നുമില്ല, എന്റെ ശക്തിയൊക്കെ ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വൻതശറത് റഇയതി, എന്നാൽ എന്റെ പ്രജകളാകട്ടെ അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇസ്ലാമിക ലോകത്ത് അങ്ങേയറ്റത്തെ വിശാലതയുണ്ടായത്, പല രാജ്യങ്ങളും ഇസ്ലാം കൈയടക്കിയത്. അങ്ങനെ പ്രജകളെല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്: ഫഖ്ബിദ്നി ഇലൈക ഗൈറ മുദയ്യിൻ വലാ മുഫജ്ജിതിൻ. ഇത്ര കാലം ഞാൻ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയി, ഇനി ഈ അവസാന സമയത്ത് ഒരു കുഴപ്പമോ പ്രയാസമോ വരാതെ, എന്റെ ജീവിതത്തിൽ തെറ്റുകളൊന്നും സംഭവിക്കാതെ, ചെറുതോ വലുതുമായ അപകടങ്ങളൊന്നുമില്ലാതെ റബ്ബേ എന്നെ എത്രയും പെട്ടെന്നൊന്ന് മരണപ്പെടുത്തണേ, എനിക്കൊരു ഷഹീദിന്റെ കൂലി നൽകണേ. ഇതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞു വരുന്ന സമയത്ത് നടത്തിയ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥനയും പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ജീവിതവും തീർച്ചയായും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വിശദീകരിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും ആരാണ് ഉമർ? ഒരുപാട് തവണ ഈ മിമ്പറിൽ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മഹത്വങ്ങളെ കുറിച്ചും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതും പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിന്റെ വിശാലതയും പിന്നീട് അങ്ങോട്ട് മുസ്ലിമീങ്ങൾക്കുള്ള ശക്തിയുമെല്ലാം നമ്മൾ ഒരുപാട് തവണ മനസ്സിലാക്കിയതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷമുള്ള ചില സംഭവങ്ങൾ, അദ്ദേഹം ഖലീഫയായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. തീർച്ചയായും ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉമറിന്റെ ഭരണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇന്ന് നാട്ടിൽ കാണുന്ന ഏതൊരു ഭരണാധികാരിയെപ്പോലെയുമല്ല, തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിന് ഏറ്റവും വലിയ സാക്ഷ്യപത്രം നൽകുന്നത് ആരാന്നറിയോ? പേർഷ്യൻ രാജാവിന്റെ ഒരു ഉപദേഷ്ടാവ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരുന്നുണ്ട്. ഹുർമുസാൻ എന്നാണ് അയാളുടെ പേര്. അയാള് തന്റെ ഉടയാടകൾ അണിഞ്ഞ് ഒരു രാജാവിന്റെ ഉപദേഷ്ടാവ് എന്ന നിലക്ക് പ്രൗഢമായ വസ്ത്രങ്ങൾ ധരിച്ച് തന്റെ അംഗരക്ഷകരുമോടൊത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് മദീനത്തേക്ക് വന്നു. അയാൾ ആദ്യം ചോദിച്ചത് ഉമറിന്റെ കൊട്ടാരം എവിടെയെന്ന് വെച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, അങ്ങനെ ഒരു കൊട്ടാരം ഇവിടെ ഇല്ല. ശരി, ഉമറിന്റെ വീട് എവിടെയാണ്? അപ്പൊ ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞു. ഈ ഹുർമുസാനും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും കൂടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഉമർ വീട്ടിലില്ല. വീണ്ടും ചോദിച്ചു, ഉമറിനെ എവിടെ പോയാൽ കാണാൻ പറ്റും? അപ്പൊ വീട്ടുകാർ പറഞ്ഞു, ഒന്നുകിൽ പള്ളിയിലുണ്ടാകും, അതല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലുണ്ടാവും. ഹുർമുസാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു ഭരണാധികാരി അന്വേഷിച്ചു കൊണ്ടുവരികയാണ്. ആ ഭരണാധികാരി ഒന്നുകിൽ പള്ളിയിലുണ്ട്. വീണ്ടും ഹുർമുസാൻ നേരെ മദീന പള്ളിയിലെ ഭാഗത്തേക്ക് ചെന്നു. അവിടെ അന്വേഷിച്ച് പറഞ്ഞു, ഇല്ല, അവിടെ ഇല്ല, ഇവിടുന്ന് പോയിട്ടുണ്ട്. വീണ്ടും അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരാൾ പറയുന്നത്, ഖലീഫയാണെങ്കിൽ ഇതാ ഇന്ന ഭാഗത്ത് ഒരു മരത്തിന്റെ ചോട്ടിൽ അങ്ങനെ കിടക്കണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാൻ പറ്റും. ഹുർമുസാൻ വന്നു നോക്കുക. ആ സമയത്ത് കണ്ട കാഴ്ച ഹദീസിലുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൈ ഇങ്ങനെ തന്റെ മുഖത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പല ഭാഗത്തും കീറിയിട്ടുണ്ട്. ആ കീറിയ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ തുണികൾ വെച്ചുകൊണ്ട് ആ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഔറത്ത് കാണാത്ത രൂപത്തിലുള്ള കീറിയ ഒരു വസ്ത്രമാണ് ധരിക്കുന്നത്.
ഈ കാഴ്ച കണ്ടപ്പോ ഈ ഉപദേഷ്ടാവ്, പേർഷ്യൻ രാജാവിന്റെ ഉപദേഷ്ടാവ് പറയുന്ന ഒരു വാചകമുണ്ട്, യാ ഉമർ അൻത ഹകംത വഅദിൽത വനിംത. ഉമറേ, നീ നീതിയോടുകൂടി പെരുമാറിയിട്ടുണ്ട്, നീ കൃത്യമായ ഭരണാധികാരം നിർവഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്വസ്ഥമായി ഇവിടെ കിടക്കാൻ നിനക്ക് പറ്റുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ അത്ഭുതത്തോടുകൂടി ഉമറിനോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശരിക്കും ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്ത് ഒരാളും തന്നെ അതിൽ ഏതെങ്കിലും ഒരു പോരായ്മയെക്കുറിച്ച് പറയാൻ സാധിക്കൂല. കാരണം അത്രയും കൃത്യമായിരുന്നു. അത് തന്റെ ഭരണീയരായ മുഴുവൻ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന സ്വഹാബിമാരും വരിക. അവരേകദേശം മദീനയിലെത്തി. ഓരോരുത്തരും അവരവരുടെ വീടകങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉമറിന്റെ മുന്നിലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ നടന്നു വന്നു. ആ വൃദ്ധയുടെ പേരെന്താണെന്നറിയോ? ഖൗല ബിൻത് സഅലബ. വിശുദ്ധ ഖുർആനിൽ അവരുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അവരുടെ പേരിലല്ല, അവരുടെ ഒരു സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സൂറത്തു മുജാദല. തർക്കിക്കുന്നവൾ, തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ തർക്കിച്ച ഒരു സ്ത്രീയായിരുന്നു. ആ ഒരു വിഷയത്തിൽ തന്നെയാണ് ഖുർആനിൽ അവതരിച്ചത്, ആ ഒരു സൂറത്ത് അവതരിച്ചത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെയുള്ള പ്രായം ചെന്ന ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ അവർ ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഉമർ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ സന്ദർഭം ഏതാ? ഒരു യുദ്ധം കഴിഞ്ഞു വരികയാണ്. ദിവസങ്ങളോളം ആ യുദ്ധത്തിന് പോയിട്ട് തിരിച്ച് എത്രയും പെട്ടെന്ന് തന്റെ കുടുംബത്തിലേക്ക് എത്തണമെന്ന് ഏതൊരാളും ആഗ്രഹിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പ്രായം ചെന്ന ഒരു സ്ത്രീ പറയാണ്, ഉമർ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് പറയാണ്, ഉമറേ, നീ ഉക്കാല ചന്തയിലെ ഒരു കുട്ടിയായി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ ചെറുപ്പവും നിന്റെ യുവത്വവും കണ്ട ആളാണ് ഞാൻ. പിന്നെ നീ ഇസ്ലാമിലേക്ക് വന്നു, ഇപ്പൊ നീ വലിയ ഭരണാധികാരിയായിട്ടുണ്ട്. ഇത്തഖില്ല യാ ഉമർ. ഉമർ, നീ അള്ളാനെ സൂക്ഷിച്ചോ. ഏതൊരാളും ചിലപ്പോൾ ഒന്ന് വൈകാരികമാവാൻ സാധ്യതയുള്ള സമയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ ഈ ഒരു സ്വഹാബി വനിത ധാരാളമായിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങളൊന്ന് നിർത്തിക്കണേ, കുറെ നേരമായി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങളൊന്ന് നിർത്തി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ നിർത്തി, അവര് പറയട്ടെ. കാരണം ഖുർആനിന്റെ വിഷയത്തിൽ, ഇവരുടെ കാര്യത്തിൽ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവർ പറയുമ്പോഴാണ് ഒരു ഭരണാധികാരി എന്ന നിലക്ക് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുക. അതുകൊണ്ട് നിങ്ങൾ പറയൂ. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ളവരോട് പറയുന്നുണ്ട്, ഇവര് രാത്രി സമയം വരെ എന്നോട് ഉപദേശിച്ചു കൊണ്ടേയിരുന്നാലും ശരി, നിസ്കാരത്തിനല്ലാതെ ഞാൻ ഇവിടുന്ന് പോകൂല. നിസ്കാരത്തിന്റെ സമയമായ ഞാൻ പോകും. അത്രയും സമയം ഞാൻ ഇവിടെ ഇരിക്കാൻ റെഡിയാണ്. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു ഉമർ. ഞാൻ ഈ ചരിത്രങ്ങൾ വെറുതെ ചരിത്രം കേട്ട് നമ്മൾ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് പറയാനല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ ഇത്തഖില്ല എന്ന് പറയുമ്പോൾ അതനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു. അള്ളാനെ സൂക്ഷിക്കുക എന്നുള്ള വിഷയം, അള്ളാനെ സൂക്ഷിക്കുക എന്ന വിഷയം നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പും. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവരിങ്ങനെ മദീന പള്ളി ഇങ്ങനെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറച്ചിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. ആ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ആ നാടിന്റെ ഖലീഫയായ ഉമറും അവരുടെ കൂടെ കൂടി ചിരിയും കളിയുമൊക്കെയായി തമാശകൾ പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അവിടുന്ന് എഴുന്നേൽക്കുക. അദ്ദേഹം മദീന പള്ളിയുടെ മുന്നിലുള്ള ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിലേക്ക് വേഗം ഓടിക്കയറി. അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു സ്വഹാബി കയറുകയാണ്. ആ സമയത്ത് ഈ സ്വഹാബി കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു തോട്ടത്തിലേക്ക് കയറി ആകാശത്തേക്ക് തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവോട് പറയാ, സ്വന്തത്തിന്റെ കാര്യത്തിൽ, ഇത്തഖില്ലാ യാ ഉമർ, ഉമർ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, നിന്റെ ജീവിതം തമാശയും കളിയായിട്ട് പോകാനുള്ളതല്ല. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളുടെ ജീവിതമെങ്കിൽ അവർ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെട്ട്
അള്ളാഹുവിനെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ച് തന്റെ ഉത്തരവാദിത്തം എന്താണോ ആ ഉത്തരവാദിത്തത്തിൽ യാതൊരു നിലക്കും അനീതി കാണിക്കാതെ അവർ ജീവിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോൾ അന്നത്തെ കൂഫയുടെ ഗവർണറായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചിരുന്നത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ഒരു സ്ഥാനമുള്ള ആളാണ് അബൂ മൂസ. ഈ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവാണ് കൂഫയിലെ ഗവർണറായിട്ടുള്ളത്. ആ കൂഫയുടെ ഭാഗത്ത് തന്നെ ഭടനായിക്കൊണ്ട് അല്ലെങ്കിൽ സൈന്യത്തിൽപ്പെട്ട രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഉമറിന്റെ രണ്ട് മക്കൾ അബ്ദുള്ളയും ഉബൈദുള്ളയും റളിയല്ലാഹു അൻഹുമാ. ഈ രണ്ടുപേരും ഉമറിന്റെ മക്കളാണ്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു വെച്ചാല് അബൂ മൂസ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കച്ചവടം ചെയ്യണമെന്ന് ചില ആഗ്രഹമുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് ഇപ്പോൾ പൈസയൊന്നുമില്ല. നിങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ തന്ന് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളെ കച്ചവടം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു തരാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് ഇവർ ഈ വാചകം പറഞ്ഞപ്പോൾ അബൂ മൂസ വേറൊന്നും നോക്കിയില്ല. കാരണം ഉമറിന്റെ മക്കളാ. ഉമറാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഗവർണറാക്കിയിട്ടുള്ളതും. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇവരാവശ്യപ്പെട്ട സംഖ്യ കൊടുത്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കച്ചവടം തുടങ്ങി. കച്ചവടം നല്ല ഉഷാറായി. അവർക്ക് ഒരുപാട് സമ്പത്തൊക്കെ കിട്ടാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നത്, മക്കളുടെ കയ്യിൽ അവരുടെ കയ്യിൽ ഇല്ലാത്ത രൂപത്തിൽ സമ്പത്ത് വരുന്നു. അവർക്കൊരിക്കലും അങ്ങനെ ഒരു സമ്പത്ത് കിട്ടാൻ വഴിയുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു മക്കളെ വിളിച്ചു. എന്നിട്ട് മക്കളോട് ചോദിക്കാണ്, ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത് ചോദിച്ചു. അബ്ദുള്ളയും ഉബൈദുള്ളയും പറഞ്ഞു, ഞങ്ങൾ കച്ചവടം ചെയ്തുണ്ടാക്കിയതാ. ഉമർ റളിയല്ലാഹു അൻഹു വിട്ടില്ല. ഉമർ ചോദിച്ചു, കച്ചവടം ചെയ്യാൻ നിങ്ങൾക്കതിനൊരു മൂലധനം വേണ്ടേ? അത് എവിടുന്ന? അവർ സത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വാങ്ങിയതാണ്. അദ്ദേഹം ബൈത്തുൽ മാലിൽ നിന്ന് തന്ന. ഉമർ റളിയല്ലാഹു അൻഹു നേരെ അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അബൂ മൂസ, ഇത് നിങ്ങൾ കൊടുത്തതാണോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊടുത്തതാ. എന്തിനാ കൊടുത്തത്? അത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യം എന്താണെന്നറിയോ? ഈ നാട്ടിൽ വേറെയും ഒരുപാട് ആളുകളില്ലേ സാമ്പത്തികമായിട്ട് സഹായം ആവശ്യമുള്ളവർ. അവർക്കൊന്നും കൊടുക്കാതെ ഈ രണ്ടു പേർക്ക് മാത്രമായി നിങ്ങൾ കൊടുക്കാനുള്ള കാരണം എന്താ? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടണില്ല. ഉമർ ചോദിച്ചു, എന്റെ മക്കളായതുകൊണ്ടാണോ? എന്റെ മക്കളായതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കണേ? അദ്ദേഹം തലതാഴ്ചി. അവിടുന്ന് മക്കളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ എത്രയാണോ വാങ്ങിയത്, ആ വാങ്ങിയതും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയതും അതിൽ നിങ്ങളുടെ വരുമാനങ്ങളും ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവനും ബൈത്തുൽ മാലിലേക്ക് നിങ്ങൾ തിരിച്ചടക്കണം. എല്ലാം തിരിച്ചടക്കാൻ വേണ്ടി പറയാം. പ്രിയപ്പെട്ടവരെ, ഇത് മക്കളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവിടെ ഒരു ഭരണാധികാരി എന്ന നിലക്ക് അനീതി കാണിക്കാൻ പാടില്ല. ഞാൻ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. നീതിയോടുകൂടി വർത്തിക്കുക എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ചെയ്തു. അതിലേറ്റവും വലിയ തെളിവാണ് മഹാനായ ഫൈറൂസ് ദൈലമി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം. ഫൈറൂസ് ദൈലമി എന്ന് പറഞ്ഞാൽ നജ്ജാശി രാജാവിന്റെ പെങ്ങളുടെ മകനാണ്. നജ്ജാശി രാജാവ് ഒരു വലിയ രാജാവ്. ആ രാജാവിന്റെ പെങ്ങളുടെ മകൻ എന്ന് മാത്രമല്ല, ഒരു രാജാവിന്റെ മകൻ എന്ന നിലക്ക് വലിയ സ്ഥാനമുള്ള ആളായിരുന്നു. ഫൈറൂസ് ദൈലമിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റുപോയി സ്വീകരിച്ച് തന്റെ അടുത്ത് ഇരുത്തിയത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകത്വം ബാധിച്ച ചില കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് അസ്വദുൽ അനസി എന്ന് പറയുന്ന വ്യക്തി. ഈ അസ്വദുൽ അനസിയെ കൊലപ്പെടുത്തിയ ആള് ഫൈറൂസ് ദൈലമിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തി. ഈ ഫൈറൂസ് ദൈലമി അസ്വദുൽ അനസിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം റജുലുൻ സ്വാലിഹുൻ. ഫൈറൂസ് ദൈലമിയെ കുറിച്ച് പറയാണ്, അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണ്, സ്വാലിഹായ ഒരു മനുഷ്യനാണ്. അങ്ങനെ സ്വാലിഹായ ഒരു മനുഷ്യനാണ് അസ്വദുൽ അനസിയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഫൈറൂസ് ദൈലമി
വർഷങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹുവിന് ഖലീഫയായപ്പോൾ മദീനത്ത് വന്നു. ഉമർ റളിയല്ലാഹുവിന് ഖലീഫയായപ്പോൾ മദീനത്തേക്ക് വരികയാണ്. അപ്പോൾ ഫൈറൂസ് ദൈലമി വന്നു എന്നറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിന് വല്ലാത്ത സന്തോഷമായി. കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്, ഒരു രാജാവിന്റെ മകനാണ്, നജാശി രാജാവിന്റെ പെങ്ങളുടെ മകനാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അദ്ദേഹത്തെ കുറിച്ച് റജുലുൻ സ്വാലിഹ് എന്ന് പറയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫൈറൂസ് ദൈലമിനോട് വരാൻ വേണ്ടി പറഞ്ഞു. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഫൈറൂസ് ദൈലമിയെ കാണാനും ആളുകൾ അവിടെ വന്നു, ഉമറിനെ കാണാനും വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന് വീട്ടിലിരിക്കുക, അദ്ദേഹം ആളുകളുമായിട്ട് സംവദിക്കുന്ന ഭാഗത്തിരിക്കുക. ഫൈറൂസ് ദൈലമി പുറത്തെത്തി ഉമറിനെ കാണാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഖുറൈശിയായ ഒരു ചെറുപ്പക്കാരനും വന്നു. രണ്ടുപേരും കൂടി നല്ല തിരക്കുള്ള സമയത്ത് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഫൈറൂസ് ദൈലമിക്ക് വരാൻ പറ്റണില്ല. ഈ ഒരു യുവാവ് അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ ഫൈറൂസ് ദൈലമി ഈ ചെറുപ്പക്കാരന്റെ ഖുറൈശിയായ യുവാവിന്റെ മുഖത്തേക്ക് ഒരു അടിയടിച്ചു. അയാൾക്ക് ശക്തമായ വേദന വന്നു. പക്ഷെ അയാൾ ഒന്നും പ്രതികരിച്ചില്ല. കാരണം ഇനി മുന്നോട്ട് പോകുന്നത് ഉമറിന്റെ അടുക്കലേക്കാണ്. ഉമർ നീതിമാനാണ്, ഇതിനൊരു പരിഹാരം കാണും. രണ്ടുപേരും ഉള്ളിലേക്ക് കയറി. ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് പാട് കാണാൻ, അടി കിട്ടിയ പാട്. ഉമർ ചോദിച്ചു, എന്തു പറ്റി നിങ്ങളുടെ മുഖത്ത്? അയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇതാ ഈ നിൽക്കുന്ന ആള് എന്നെ അടിച്ചതാ. ഫൈറൂസ് ദൈലമി പറഞ്ഞു, ഞാൻ തിരക്കിന്റെ ഇടയിൽ അടിച്ചതാണ്. അപ്പൊ ആ തിരക്കിൽ വന്നപ്പോൾ പെട്ടെന്ന് സംഭവിച്ചു പോയി. ഉമർ റളിയല്ലാഹു ഫൈറൂസ് ദൈലമിനോട് പറയാണ്, തെറ്റ് നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് ഇവിടെ നീതി വേണമെന്നുള്ളത് നിർബന്ധം. തെറ്റ് നിങ്ങൾ സമ്മതിച്ചു, നിങ്ങൾ ചെയ്തു എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു എങ്കിൽ ഇവിടെ നീതിയും നടപ്പിലാകണം. ആ ഖുറൈശിയായ ചെറുപ്പക്കാരനോട് പറയാണ്, നിങ്ങൾ തിരിച്ചടിച്ചു പോയി. ആരോടായി പറയുന്നത്? ആരെയാണ് ഉമർ കാത്തിരുന്നത്? ഒരു രാജാവിന്റെ മകൻ വരുന്നത് കാത്തിരിക്കുന്ന ഉമർ, അദ്ദേഹം വന്ന സമയത്തുണ്ടായ അനുഭവത്തിൽ വേഗം ഖുറൈശി നേതാവിനോട് അല്ലെങ്കിൽ ഖുറൈശിയായ ചെറുപ്പക്കാരനോട് നിങ്ങൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കും, നമ്മുടെ അതിഥിയല്ലേ എന്ന് പറഞ്ഞില്ല. അവിടെ ഉമറിന്റെ നീതിയാണെന്നുള്ളത്, ഉമറിന്റെ നീതി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തിരിച്ചടിക്കാൻ. ഇയാൾ തിരിഞ്ഞു നിന്നു. അടിക്കാനായി നിൽക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു വാചകം നിങ്ങൾക്ക് പറഞ്ഞുതരാം, ചിലപ്പോൾ നിങ്ങൾ കേൾക്കാത്തൊരു വാചകമായിരിക്കും. എന്നിട്ട് ഈ ചെറുപ്പക്കാരനോടും അവിടെ കൂടി നിൽക്കുന്ന ആളോടും പറയാണ്, ഇതാരാണെന്ന് നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റജുലുൻ സ്വാലിഹുൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വ്യക്തിയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് ഫൈറൂസ് ദൈലമിയെ കുറിച്ച് പറഞ്ഞു. അത് കേട്ടതും ഉയർത്തിയ കൈ ആ യുവാവ് താഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര മഹത്വം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ തല്ലി, അത് ശരിയല്ല, ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ്. ഇത് കേട്ടതും ഫൈറൂസ് ദൈലമി തന്റെ കയ്യിലുണ്ടായിരുന്ന 3000 ദിർഹം, അദ്ദേഹം വന്ന വാഹനം, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള പലതും ഈ ചെറുപ്പക്കാരൻ നൽകി. എന്നിട്ട് ഉമറിനോട് പറയുന്നൊരു വാചകമുണ്ട്, ഉമർ നിങ്ങൾ നീതിമാനാണ്. ആൾക്കനുസരിച്ചുകൊണ്ട് നിയമം മാറ്റലല്ല, ആൾക്കനുസരിച്ചുകൊണ്ട് നീതിയും അനീതിയും തീരുമാനിക്കലല്ല, മറിച്ച് നീതിയോടുകൂടി വർത്തിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാചകം കൃത്യമായി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ അനീതിയുടെ ലോകമാണ്. ഓരോ സമൂഹത്തിലും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും അനീതിയുള്ള ഒരു ലോകത്താണുള്ളത്. അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എത്രയോ കുട്ടികളെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികളെ കൊലപ്പെടുത്തി, എത്രയോ ആളുകളെ കൊലപ്പെടുത്തി, സ്ത്രീകളെ കൊലപ്പെടുത്തി. എന്നാൽ ആ ഒരു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതിരുന്ന വലിയ വലിയ രാജ്യങ്ങൾ തിരിച്ച് ആ ഒരു ഇസ്രായേലിന്റെ വിഷയത്തിൽ ചില പരീക്ഷണങ്ങൾ വന്നപ്പോഴേക്ക്, ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴേക്ക് അവിടെ വേഗം ഇടപെടുന്ന ഒരവസ്ഥ നമ്മൾ കാണണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
ആവർത്തിച്ചു പറയാണ്, നീതിയുടെ പക്ഷത്താണ് മുസ്ലിം നിലകൊള്ളേണ്ടത്, അനീതിക്ക് വേണ്ടിയിട്ടല്ല. കാലങ്ങളായി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ക്രൂര രാഷ്ട്രം അവരുടെ അജണ്ടകൾ വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ ഫലസ്തീനികളെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ ഒരു വിശ്വാസിക്കും കഴിയൂല, ഒരിക്കലും കഴിയൂല. എന്നാൽ ഈ അടുത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കേട്ടു ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ആരുടെ പക്ഷത്താ? ഇസ്രായേലിന്റെ പക്ഷത്താണോ അതല്ല ഇറാന്റെ പക്ഷത്താണോ? ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം ഈ ഒരു യുദ്ധത്തിൽ, ഈ ഒരു സംഭവങ്ങളിൽ ഇസ്രായേൽ തീർത്തും അനീതിയാണ് ചെയ്തിട്ടുള്ളത്, തീർത്തും അക്രമമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരിക്കലും തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാനോ അവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് കൊടിപിടിക്കാനോ അവർ ചെയ്യുന്ന ചെമ്മാടിത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സംസാരങ്ങൾ നിർവഹിക്കാനോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിയൂല. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അനീതിക്ക് കൂട്ടുനിൽക്കാൻ പറ്റൂല, അനീതിക്ക് കൂട്ടുനിൽക്കാൻ പറ്റൂല. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിക്കൊണ്ട് ഒരു ഇസ്ലാമികമായിട്ടുള്ള രാജ്യം എന്ന നിലക്കാണോ നമ്മൾ കാണേണ്ടത്? അല്ല. മറിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ അവർ ആക്രമിക്കപ്പെട്ടവരാണ്. ആക്രമിക്കപ്പെട്ട ആളുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. കാരണം അക്രമിയെ തടുത്തു നിർത്തണമെങ്കിൽ ആ അക്രമിക്കെതിരെ ഒരു വാക്കുകൊണ്ടെങ്കിലും അയാൾക്കെതിരെ നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. ഏതായിരുന്നാലും ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഒരു വിശ്വാസി എല്ലാ അർത്ഥത്തിലും നീതിയുള്ള ആളായിരിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു നീതിയുള്ള, നീതിയോടുകൂടി ജീവിച്ച, നീതിയോടെ ഭരണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു ആ ഹജ്ജിന്റെ സമയത്ത് നടത്തിയ പ്രാർത്ഥന, ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് ഒരു ഷഹീദിന്റെ പ്രതിഫലമായിരുന്നെങ്കിൽ ആ ഷഹീദിന്റെ പ്രതിഫലം ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടി. അദ്ദേഹം ആഗ്രഹിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വെച്ചുകൊണ്ട് കൊല ചെയ്യപ്പെടണമെന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച മിഅ്റാബിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുന്ന ഭാഗത്ത് അവിടെ വെച്ചുകൊണ്ടാണ് അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉമറിനെ കൊലപ്പെടുത്തുന്നത്. സുബ്ഹ് നമസ്കരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു വന്നതാ. മിഹ്റാബിന്റെ ഭാഗത്തേക്ക് ഉമർ കയറിയതും അതിന്റെ ഒരു ഭാഗത്ത് ഒളിഞ്ഞു നിന്നിരുന്ന അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ കയ്യിൽ ഇരുതല മൂർച്ചയുള്ള ഒരു കടാരയുണ്ടായിരുന്നു, വിഷം പുരട്ടിയ കടാര. അത് വെച്ചുകൊണ്ട് ഉമറിനെ കുത്തി. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് ബാക്കിലേക്ക് നിൽക്കുന്ന സമയം തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ട് നേരെ മുന്നിലേക്ക് നിർത്തി നിസ്കാരം പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനിടയിൽ ചില സ്വഹാബിമാർ വന്ന് ഈ അബൂ ലുഅ്ലുഅത്തിന്റെ കൈ പിടിക്കുന്ന സമയത്ത് ആ സ്വഹാബിമാരെയും കൊലപ്പെടുത്തി. എന്നിട്ട് ഈ ഒരു മനുഷ്യൻ അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആ ഒരു വ്യക്തിയെ തിരിച്ചു പ്രതികരിക്കാനോ പ്രതികാര നടപടികൾ നിർവഹിക്കാനോ സാധിച്ചില്ല എന്നതൊരു സത്യമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ കിടക്കുക. അദ്ദേഹം ജനങ്ങളോട് വേഗം നിസ്കാരം തുടരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹവും നിസ്കാരം തുടർന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ആളുകൾ വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അവിടെ ഉണ്ട്. ഉമറിനെ പരിശോധിക്കാൻ വേണ്ടി വന്ന വൈദ്യന്മാർ പറഞ്ഞു, അദ്ദേഹം കൂടുതൽ സമയം നിൽക്കൂല. കാരണം അദ്ദേഹത്തിന് ഒരു മുന്തിരിച്ചാറ് കൊടുത്ത സമയത്ത് അത് അടിവയറ്റിലൂടെ പോയി. ഇനി കൂടുതൽ സമയമില്ല, അദ്ദേഹം മരിക്കാനായിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടത്തിയിട്ടുള്ള ഭാഗം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടകങ്ങൾ, ആ വീട്ടിനുള്ളിൽ തന്നെ എൻ്റെ മയ്യത്ത് ഖബറടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മകനോട് പറയാണ്, ആയിഷ ബീവിനോട് ചെന്ന് ചോദിക്ക്, അവിടെ അനുവാദം തരുമോ? പ്രത്യേകം പറയണം, അമീറുൽ മുഅ്മിനീനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു ഭരണാധികാരി എന്ന നിലക്കല്ല തരേണ്ടത്, മറിച്ച് ഉമർ ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ മതി.
ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് ഇവിടെ കിടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, എൻ്റെ മയ്യത്ത് ഖബറടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഉമർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഒഴിവാക്കുന്നില്ല. അവർ സമ്മതിച്ചു. അവർ തിരിച്ചു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷമായി. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ കാലിൽ അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കണം. ആ സമയത്ത് ഉമർ പറഞ്ഞു, ആ കാലുമാറ്റ്. അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് വെക്കാൻ തലയിണ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, തലയിണയും മാറ്റ്. എന്നെ ഈ മദീന പള്ളിയുടെ മണ്ണിൽ നിങ്ങൾ കിടത്തണം, എന്റെ മുഖത്ത് മണ്ണുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കപ്പുറത്തുനിന്ന് കൊണ്ട് നോക്കുമ്പോൾ ഈ ഉമർ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് കണ്ടിട്ട് റബ്ബ് എന്നെ പരിഗണിച്ചാലോ ആ ഒരു വാക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ഈ ഉമറിനെ കൊലപ്പെടുത്തിയ വ്യക്തി അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇന്ന് ചില ആളുകൾക്ക് വലിയാണ്. ആ മനുഷ്യന് ഇന്ന് ജാറങ്ങളുണ്ട്. ആ മനുഷ്യനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ആ മനുഷ്യന്റെ മയ്യത്ത് ഖബറടക്കിയ ഭാഗം പ്രത്യേക ആരാധനാലയമായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ആരാണെന്നറിയൂ? ഇന്നത്തെ ഇറാനിലുള്ള സ്ഥലമാണ് ഈ പറയുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയകൾ പരിശോധിക്കാം, ഗൂഗിൾ സെർച്ച് ചെയ്യാം. അങ്ങനെ ഒരു വ്യക്തിയുടെ ഖബർ ഇന്നുണ്ടോ? അതെവിടെയാണ്? അവിടെ എന്താണ് നിർവഹിക്കപ്പെടുന്നത്? അത് മുഴുവൻ നിർവഹിക്കപ്പെടുന്നത് ഇറാനിലെ ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ കാര്യമായ ചർച്ച വരുമ്പോൾ ചില ആളുകളുടെ ഫോട്ടോ വെച്ചുകൊണ്ട്, ചില ആളുകളുടെ വീഡിയോ വെച്ചുകൊണ്ട്, ചില ആളുകൾക്ക് വീഡിയോ വെക്കുന്നു, അതിന്റെ BGM കയറ്റിക്കൊണ്ട് ഇന്നത്തെ ഇസ്ലാമിന്റെ യഥാർത്ഥ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ആളുകളാവട്ടെ ഷിയാക്കളുടെ നേതാക്കന്മാരാണ്. ഇപ്പോഴും സമൂഹത്തിന് മനസ്സിലായിട്ടില്ല ആരാ ഷിയ, എന്താണ് അഹ്ലുസുന്ന, ഇതൊന്നും അറിയില്ല പല ആളുകൾക്കും. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, അബൂബക്കർ എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്നാണെങ്കിൽ, അബൂബക്കർ എന്ന് പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അബൂബക്കറിന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് പറയുന്ന ആളുകൾ, അവരുടെ ഷഹാദത്തിൽ പോലും ആ വാചകമുണ്ട്. അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വരെ ആയിഷ റളിയല്ലാഹു അൻഹ നരകത്തിലാണ്, ലഅനത്ത് പറയേണ്ട ആളാണ് എന്ന് നഊദു ബില്ലാഹ് പറയുന്ന ആളുകൾ, അവരാണത്രേ മുസ്ലിമിന്റെ നേതാവ്. അവർക്കാണത്രേ ഇസ്ലാമിന്റെ എല്ലാ സ്ഥാനവും ഉള്ളത്. മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നും തന്നെ യഥാർത്ഥ ഇസ്ലാമിക രാജ്യമല്ല. മറിച്ച് ഈ രാജ്യം മാത്രമേ യഥാർത്ഥ ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുന്നുള്ളൂ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് ഈ നേതാവ് മതി, ഞങ്ങൾക്ക് ഈ രാജ്യം മതി എന്ന് ഈ മുസ്ലിമിന്റെ മനസ്സിലേക്ക് ഷിയായിസം കൊണ്ടുവെക്കുന്ന ആളുകൾ എത്ര വലിയ ഗൗരവമുള്ളതാണ്. പല സ്വഹാബിമാരുടെ കൂട്ടത്തിൽ 3 സ്വഹാബിമാരെ മാത്രമാണ് ഷിയാക്കൾ അംഗീകരിക്കുക. ബാക്കിയുള്ള മുഴുവൻ സ്വഹാബത്തിനെയും കാഫിറുകൾ എന്ന് പറയുന്ന ആളുകൾ, അവരാണ് മുസ്ലിമിന്റെ നേതാവ്. സഹാബത്തിനെ കൊലപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിന്ന ആളുകൾ, അവരാണ് മുസ്ലിമിന്റെ നേതാവ്. അവർ ഇന്നുകൊണ്ട് നടക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെയും എന്നു വേണ്ട എല്ലാ ഫിത്നകൾക്കും നേതൃത്വം കൊടുത്ത ആളുകൾ, അവരാണ് മുസ്ലിമിന്റെ നേതാവ്. ഞാൻ ഇത്ര വൈകാരികമായിട്ട് ഇത് പറയാനുള്ള കാരണം, ചില ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോസിന്റെ താഴെ വന്നുകൊണ്ട് കമന്റ് ചെയ്യും. ഒരുപക്ഷെ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും വരും പല ആളുകളും. ഇതിനു മുമ്പ് കർബലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു ഖുതുബ നടത്തിയ സമയത്തും ഇതുപോലെ ചില ആളുകൾ വന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇവരെയൊക്കെ വെള്ളപൂശാൻ വേണ്ടി നോക്കുകയാണ്. ആരെ? സഹാബിമാരെ വെള്ളപൂശലാണത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ ചീത്ത പറയരുത്. അത് ഏതൊരു സഹാബിയാണെങ്കിലും, ഒരു സഹാബിയെ പോലും ആക്ഷേപിച്ച് പറയാൻ പാടില്ല. എന്നാൽ മലയാളക്കരയിൽ പോലും പല ആളുകളും സഹാബിമാരെ ആക്ഷേപിച്ചിട്ടില്ലേ? മലയാളത്തിൽ പുസ്തകം രചിച്ചിട്ടില്ലേ? അതിൽ പല പ്രസിദ്ധീകരണങ്ങളും പല ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ വരെ അത് ഏറ്റെടുത്തിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ചില പേരുകൾ വന്നുകൊണ്ട്
ചില ആളുകളുടെ വരവിങ്ങനെ വെച്ചുകൊണ്ട് നല്ല BGM ഒക്കെ വെച്ചുകൊണ്ട് നല്ല ഉഷാറായിട്ട് വെക്കാൻ പറ്റും. അവിടെ സ്വലാൽ ബദർ വെക്കാൻ കഴിയും. പക്ഷേ അള്ളാന്റെ ദീനല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അള്ളാന്റെ ദീനാവണമെങ്കിൽ ആ ദീനിനും ഷിയാക്കൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയട്ടെ, നമ്മളൊക്കെ മുസ്ലിമായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നാണെങ്കിൽ നമ്മൾ മുസ്ലിം അല്ല എന്നാണ് ഷിയാഇന്റെ വാദം. ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയും ഷിയാക്കൾ മുസ്ലിമായി കാണുന്നില്ല. അവര് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ അഷ്ഹദു അന്ന അലിയൻ വലിയുള്ളാഹ് എന്ന് പറയാതെ അയാൾ മുസ്ലിമാകൂലെന്ന അവരുടെ വാദപ്രകാരം. നമ്മൾ ഈ പാരായണം ചെയ്യുന്ന ഖുർആൻ അത് യഥാർത്ഥ ഖുർആൻ അല്ല. വേറൊരു ഖുർആൻ ഉണ്ട്, ഫാത്തിമിയ ഖുർആൻ. അതിലുള്ള പല വാചകങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറ്റിക്കളഞ്ഞതാണ്. ഏതൊരു ഖുതുബയിലും അവർ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ തർലിയത്ത് നടത്തുന്നുണ്ടെങ്കിൽ അവർ ലഅനത്ത് നടത്തുക. ഇത് ഞാൻ വെറുതെ പറയണതല്ല, നിങ്ങൾക്ക് പരിശോധിക്കാം. നമുക്ക് യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. ഇവിടുന്ന് ഇറാനിലേക്ക് പോകേണ്ടതില്ല, ഇറാഖിലേക്ക് പോകേണ്ടതില്ല, ബഹ്റൈനിലേക്ക് പോകേണ്ടതില്ല. ഷിയാക്കൾ ഒരുപാടുണ്ട് അവിടെ. മറിച്ച് നിങ്ങളൊന്ന് പരിശോധിക്കുക, ഒന്ന് അറബിയിലൊന്ന് അടിച്ചു നോക്കുക, ഇങ്ങനെ കണ്ടോ സത്യമാണോ എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷിയായിസവുമായിട്ട് കൂട്ടുവെക്കുക എന്നുള്ളത് പറ്റൂല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, അനീതിക്ക് കൂട്ടുനിൽക്കാൻ പറ്റൂല. ഷിയ ആണെങ്കിലും ശരി, ഇറാൻ ആണെങ്കിലും ശരി, ഏത് രാജ്യമാണെങ്കിലും ശരി, അവരെ അങ്ങോട്ട് ചേറി ആക്രമിക്കുമ്പോൾ ആ അക്രമിയുടെ കൂടെ നിൽക്കാൻ കഴിയൂല. അത് ആക്രമിക്കപ്പെട്ടവന്റെ കൂടെ തന്നെയാണ്. ആക്രമിക്കപ്പെട്ടവന്റെ കൂടെ തന്നെയാണ്. അവൻ മുസ്ലിം ആയതുകൊണ്ടോ അവൻ ഇസ്ലാമിന്റെ അപ്പോസ്തലനായതുകൊണ്ടോ അല്ല, മറിച്ച് ഒരു മനുഷ്യത്വം എന്നുള്ള പേരിലാണത്. മനുഷ്യന്മാരെന്നുള്ള നിലക്കാണ് ആക്രമിക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വാചകങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത്രയേറെ പ്രഗത്ഭനായ, ഇത്രയേറെ ഈമാനുള്ള, ഇത്രയേറെ തഖ്വയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ ഒരാൾ റെഡിയാവുക, എന്നിട്ട് അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, അയാളെ നേതാവായി കാണുക, അയാളെ വലിയായി കാണുക, അത് ഈ ഷിയാക്കളിൽ മാത്രം കാണുന്നൊരു സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്ര സംഭവങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഒരു ഹിജ്റ കലണ്ടർ രൂപീകരിച്ചു എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്താണ് ആ ഒരു കലണ്ടർ രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ ഒരു കലണ്ടർ ആയിക്കൊണ്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹിജ്റ 17-ാം വർഷം ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോൾ യമനിൽ നിന്ന് ഒരാൾ വരികയാണ്. അയാൾ സംസാരിക്കുന്ന സമയത്തെല്ലാം വ്യക്തമായ ഡേറ്റ് വെച്ചുകൊണ്ട്, ഓരോ വർഷവും മാസവും തീയതിയും ഒക്കെ ഡേറ്റ് വെച്ചുകൊണ്ട് അയാൾ സംസാരിക്കണം. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അയാളുടെ സംസാരം വളരെ പ്രസക്തമാണ്, ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരണം, അതിന് കൃത്യമായൊരു ഡേറ്റുമാണ്. ഇതിനിടയിൽ ചില ആളുകൾ ഉമറിനോട് പരാതി പറയുകയും ചെയ്തു. കാരണം പല കത്തുകളും വരുന്നുണ്ട്, ഇതിലേതാ ആദ്യം വന്നത്, ഇതിലേതാ പിന്നെ വന്നത്, ഞങ്ങൾക്ക് അറിയണില്ല. അപ്പോൾ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിനെ കൂട്ടി, എന്നിട്ട് സഹാബിമാരോട് ചോദിച്ചു എന്ത് ചെയ്യണം. അവർ പറഞ്ഞു, നമുക്ക് തുടങ്ങാം, ഒരു കലണ്ടർ തുടങ്ങാം. ശരി, എന്ത് വെച്ചുകൊണ്ട് തുടങ്ങണം? ചില ആളുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങാം. ചില ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങാം. പല ചർച്ചകളും വന്നു. അതിൽ പ്രസക്തമായ ഒരു ഭാഗം പറഞ്ഞത് ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് നമുക്കൊരു കലണ്ടർ രൂപീകരിക്കാം. ആ വർഷം വെച്ചുകൊണ്ട് അതിന്റെ മുമ്പ് അതിന്റെ ശേഷം എന്ന നിലക്കാകാം. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കലണ്ടർ രൂപീകരിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഇന്നതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പോവുകയാണ്.
പുതിയൊരു വർഷത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായി കൊണ്ടൊരു വർഷം കഴിഞ്ഞു. എന്തായിരുന്നു നമ്മുടെ ജീവിതം? കഴിഞ്ഞ റമദാൻ, കഴിഞ്ഞ ശവ്വാൽ, കഴിഞ്ഞ ദുൽഖഅദ്, ദുൽഹിജ്ജ, എല്ലാ മാസങ്ങളും പരിശോധിക്കുക. എത്രത്തോളം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, സ്വയം പരിശോധിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ, മുഹറമിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളാണ്. അവിടെ ഒരിക്കലും തിന്മകൾ ചെയ്തുകൊണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, ഈ മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നഹ്സിന്റെ ദിവസങ്ങളായി കാണുന്ന ആൾക്കാരുണ്ട്. ദുശ്ശഗുണമാണത്രേ. വീടിരിക്കാൻ വേണ്ടി പറയുമ്പോൾ പറയും ആ 10 ദിവസം കഴിയട്ടെ. കല്യാണം തീരുമാനിച്ച പറയും ആ 10 ദിവസം കഴിയട്ടെ. ഒരു നല്ല കാര്യത്തിനും റെഡിയാവൂല. അത് ഇസ്ലാമികമായിട്ട് പഠിപ്പിക്കപ്പെട്ടതല്ല, മറിച്ച് പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അതല്ലാതെ ശകുനങ്ങൾ നോക്കലും ഈ ശകുനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, നഹ്സിന്റെ പേര് പറഞ്ഞുകൊണ്ട് നന്മകൾ മുടക്കലൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. പിന്നെ ആരാണ് ഇതിന്റെ തുടക്കക്കാര് എന്നുള്ളതും എന്തായിരുന്നു അതിന്റെ കാരണമെന്നും ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.